ഇന്ന് 22 ജനുവരി 2025 നമ്മൾ സീതാപൂർ ബീച്ചിലോട്ട് പോവാണ്. ഒരു സൺറൈസ് കാണാൻ എൻ്റെ കൂടെ എൻ്റെ മദറിലെല്ലാം ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ഇന്ന് ഇപ്പോൾ ടൈം 5 മണിയായി. 5:45 സൺറൈസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഡേ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫോളോ മീ. നീല ഐലൻഡ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും കുറച്ചും കൂടി റിമോട്ടാണ്. അധികം സംഭവങ്ങളൊന്നുമില്ല. കുട്ടികൾ ഇതോ ഇവിടെ ഉണ്ട്. എല്ലാവരും ഉറങ്ങുമായിരുന്നു കണ്ടപ്പോൾ. അത് വേറെ പറ്റിയാണ്. എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ്. നമ്മളൊരു 10 മിനിറ്റിനുള്ളിൽ സൺറൈസിൻ്റെ പോയിൻ്റ് എത്തും. 5:45 സൺറൈസ്. അപ്പോൾ നമുക്ക് 45 മിനിറ്റ് നമുക്കവിടെ സമയമുണ്ട്. ഇരുട്ടാണിപ്പോഴും, ഫുള്ള് ഇരുട്ടാണ്. എന്നെ കാണുന്നുണ്ടോ എന്തോ. സ്റ്റെയർസ് ഉണ്ട്. എന്നെ ഫോളോ ചെയ്താൽ മതി. ആദ്യം ഞാൻ നടക്കാം. ദൈവം തന്നെയാണ് ബീച്ച് തോന്നുന്നത്. ബീച്ചിലും വെട്ടം കാണാൻ ചാൻസില്ല. അതാ പുള്ളി 5 മണിക്ക് പോകാൻ പറഞ്ഞപ്പോൾ 4:55 ഇല്ല. ഇവിടെ നിന്ന് ലൈറ്റ് ഉണ്ടേ, നമുക്ക് നോക്കി നടന്നാൽ മതി. മരങ്ങളൊക്കെ നല്ല ലെവല് മരങ്ങളാണല്ലോ. ലൈറ്റ് ടോർച്ച് കയ്യിൽ വെച്ചേക്കാം എന്തായാലും. ഇതേ പറഞ്ഞോ, ബാക്കിൽ നോക്കി ഫ്രണ്ടിൽ കിടന്നു. ഒരു ചുമ്മാ വന്നതാ. ഇവിടെ കാവ് കിടക്കുന്നതാണേ. ഒരു നമ്മളെ നോക്കി ആയിക്കൊണ്ടിരിക്കും. അത് മറ്റേ കടലിലാണേ. ഇവിടെ നിന്ന് കുഴപ്പമില്ല, ഈ ഇരുമ്പാണ്. എത്തി നമ്മളിത്. ഞാൻ ഫ്രണ്ടിൽ കിടക്കണം. വേണ്ട, അപ്പോൾ അവിടെ പക്ഷികൾ ബാക്കിയുണ്ട്. ഇല്ലില്ല, നോക്കി നടക്കണേ. കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത് നമ്മൾ ബീച്ചിലോട്ടായിട്ടാ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സീതാപൂർ ബീച്ച്. രാവിലെ സൺറൈസിന് വേണ്ടി വന്നാണ്. മനോഹരമായൊരു സൺറൈസ് ഇപ്പോൾ കഴിഞ്ഞ്. നമുക്കിപ്പോഴാണെന്ന് ബീച്ചൊന്ന് കാണാൻ പറ്റിയത്. ഫുള്ളി ഒരു റോക്കി ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഇവിടെ ഫുൾ റോക്സാണ്. കുറച്ചും കൂടി അടുത്തോട്ട് പോകണമെങ്കിൽ നല്ല സൺറൈസ് ആയിരുന്നു. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടോ, ഇത് പാറകളാണ് കംപ്ലീറ്റ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ആ ഒരു ഭാഗത്ത്, അതായത് ബീച്ചിലോട്ട് ഇറങ്ങുന്ന നമ്മൾ കുറച്ച് സൈഡിലോട്ട്, റൈറ്റ് സൈഡിലോട്ട് നടന്നു. അല്ലെങ്കിൽ ഈ അവിടെ തിരകളൊക്കെ വരുന്നുണ്ട്. അവിടെ പാറകളാണെന്നറിയില്ല. പക്ഷേ ഇവിടെ എന്തായാലും നല്ല പാറകളാണ്. അവിടെയും പാറകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇറങ്ങാൻ പറ്റാവുന്നൊരു ബീച്ചല്ല. നമുക്ക് ഭരത്പൂർ പോയി നോക്കിയിട്ട് വരാം. അവിടെ ആയിരിക്കണം. ആക്ടിവിറ്റി ബീച്ചാണ്. അപ്പോൾ അവിടെ എന്തായാലും ഇറങ്ങാൻ പറ്റും. ഇവിടെ എന്തായാലും ഫുൾ പാറകളൊക്കെയാണ്. നല്ല സെറ്റപ്പാണ്. നമുക്ക് ഒരു ദിവസം കൂടി നടക്കാൻ വരാം. പക്ഷേ നമ്മുടെ കയ്യിൽ ആകെ ഒരു ദിവസമേ ഉള്ളൂ. അടിപൊളി. നല്ല ക്ലിയർ വെള്ളമാണ് ഇവിടെ. ഉണ്ട്,
നല്ല സൂപ്പർ ബീച്ചാണ്. വെള്ളം കയറി വരുന്നുണ്ട് വന്നതിനെക്കാട്ട്. നമ്മൾ വന്നത് രാവിലെ 4:50 5 മണിക്കാണ്. ഇപ്പോൾ സമയം 6 മണിയായി. വെള്ളം കുറച്ചുകൂടി കയറുന്നുണ്ട്, ഹൈ ടൈഡ് പോലെ. ഇവർക്കൊരു ഗ്രാഫൊക്കെ ഉണ്ട്, ആൻഡമാൻസിൻ്റെ ഒരു ഗ്രാഫ്. അതിൻ്റെ ആപ്പ് കിട്ടുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഒരു 7 മണി കഴിഞ്ഞിട്ട് ലോ ടൈഡിൽ നിന്ന് ഹൈ ടൈഡിലോട്ട് പോകും. ഒരു ഗ്രാഫ് പോലെ, സൈൻ വേവ് പോലെയാണ് പോകുന്നത്. അത് എന്നിട്ട് പീക്ക് ഉച്ചയാകുമ്പോഴേക്കും ഹൈ ടൈഡ് ആവും, പിന്നെ വൈകിട്ട് ആകുമ്പോഴേക്കും വീണ്ടും ലോ ടൈഡ് ആവും. അങ്ങനെയാണ് അവർ പറയുന്നത്. ഉണ്ടോ, നല്ല തിരകളൊക്കെ നല്ല പെടപ്പൻ. പക്ഷെ നമ്മുടെ ആ രാധാരണ അത്രയും തിര വീടില്ല, കാരണം റോക്സ് പകുതി തടയും. അടിപൊളി. അപ്പോൾ നമ്മളിവിടെ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നത് 8:30-ക്കാണ്, കാരണം നൈറ്റ് ആക്ടിവിറ്റി ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി, ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമായി. ഓക്കെ, ബൈ.